തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് തൊഴിൽ നൽകാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന് ഓംബുഡ്സ്മാൻ പി കെ ശശി. തൊഴിൽ നൽകൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമെന്നും ഓംബുഡ്സ്മാൻ. CPM ഭരിക്കുന്ന വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് പാർട്ടി താൽപര്യത്തിലെന്ന് UDF. ഭരണസമിതിക്കെതിരെ UDF പ്രത്യക്ഷ സമരവുമായി രംഗത്ത്. ഒരു കുപ്രസിദ്ധ മോഷ്ടാവ് കൂടി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം മാത്രം മോഷ്ടിക്കുന്ന മോഷ്ടാവിനെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. നേട്ടങ്ങളുടെ പട്ടികയിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. ഊർജ്ജ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്. രഞ്ജി ക്രിക്കറ്റിൽ കേരളത്തിന് സമനില. ഗോവയുടെ റോബർട്ട് ഫെർണാണ്ടസ് മാൻ ഓഫ് ദ മാച്ച്. പാലക്കാട് ജില്ലാ കേരളോത്സവത്തിൽ ആതിഥേയരായ മണ്ണാർക്കാട് ബ്ലോക്ക് മുന്നേറ്റം തുടരുന്നു. 2ാം സ്ഥാനത്ത് ചിറ്റൂർ നഗരസഭ. വാർത്തകൾ വിശദമായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പഞ്ചായത്തുകൾ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന് ഓംബുഡ്സ്മാൻ പി കെ ശശി പറഞ്ഞു. പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് തൊഴിൽ നൽകാൻ ഗ്രാമപഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും ഓംബുഡ്സ്മാൻ പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ പരാതി കേൾക്കാൻ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞ വലിയ പദ്ധതിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തി. പരാതികൾ പരിഹരിക്കാൻ ചേർന്ന സിറ്റിംഗിൽ ഒരു പരാതിയുമാണ് എത്തിയത്. പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയ റോഡരികിലെ പുല്ല് ചെത്തുന്നത് ഉൾപ്പെടുത്തണമെന്ന ആവശ്യമായിരുന്നു പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ളവരുമായി ഓംബുഡ്സ്മാൻ ചർച്ച നടത്തി. MGNREGS ഓംബുഡ്സ്മാൻ പ്രൊഫസർ പി കെ ശശിയാണ് സിറ്റിംഗിലെത്തിയത്. BPO മുരളീധരൻ, BDO KK രാംദാസ്, ജോയിന്റ് BDO K മൊയ്തുട്ടി എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി, എഞ്ചിനീയർ, ഓവർസിയർ, അക്കൗണ്ടന്റ് എന്നിവർ ചർച്ചയ്ക്കെത്തിയിരുന്നു. ഏറ്റവും പാവപ്പെട്ട ആളുകൾ ജീവിക്കാൻ നിർബന്ധിക്കുന്ന പദ്ധതി, അവർക്ക് ആശ്വാസം കൊടുക്കുന്ന പദ്ധതി, അവർക്ക് പിന്നെയും ജീവിക്കാൻ ആളുകൾക്ക് ആത്മഹത്യയിൽ ഉദ്ദേശിക്കുന്ന പല കാരണങ്ങളാണ്. വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിളയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് UDF മാർച്ച് നടത്തി. CP മുഹമ്മദ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ പാർട്ടി താൽപര്യങ്ങളാണ് നടക്കുന്നതെന്നും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ റോഡ്, കുടിവെള്ളം, കൃഷി തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ആവുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു മാർച്ച്. പഞ്ചായത്തിലെ മോതിരക്കറ്റ മണൽക്കടവിന്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഭരണസമിതി നടത്തുന്നതെന്നും അനധികൃത മണൽക്കടത്തിന് ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് CP മുഹമ്മദ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരാളും നാഥനുമില്ല. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ശരിയായ വിധത്തിൽ നടക്കുന്നില്ല. EMS ഭവന പദ്ധതി അടക്കമുള്ള എല്ലാ ഭവന നിർമ്മാണ പദ്ധതികളും സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും പദ്ധതികൾ കൊണ്ടാണ് നിങ്ങൾ ഞെളിഞ്ഞു നടക്കുന്നത്. ഇവിടെ എടപ്പലത്തൊരു പാലം നിർമ്മിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ പാലത്തിന്റെ പണം മുഴുവൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ടാണ്, അല്ലാതെ ഇവിടുത്തെ മാർക്സിസ്റ്റുകാരുടെ തറവാട്ട് സ്വത്തല്ല. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ടല്ല എന്ന് തെളിയിച്ചാൽ അന്ന് ഞാൻ എന്റെ പൊതുപ്രവർത്തനം ഉപേക്ഷിക്കും. പിന്നെ പാലോളിക്കുറമ്പിൽ തൂക്കുപാലം വേണ്ട എന്ന് പറഞ്ഞത് ശരിയാണ്. അവിടെ ഗവൺമെന്റ് ഒരു പാലം തന്നെ നിർമ്മിക്കുന്നുണ്ട്. ആ പാലത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെ വേണമെന്നുള്ള തർക്കത്തെക്കുറിച്ച് നിങ്ങൾ ഇവിടെ എഴുതി വെച്ചു. ആ തർക്കവും ഞങ്ങൾ രമ്യമായി പരിഹരിക്കും. ഇനി കണ്ടേകാവിലൊരു തൂക്കുപാലം വരുന്നുണ്ട്. ആ തൂക്കുപാലത്തിന്റെ പണം കേരള ഗവൺമെന്റിന്റെ ഫണ്ടാണ്. അവിടെ ഇത് ഞങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന് പറഞ്ഞ് ഏതെങ്കിലും സഖാവ് വന്നാൽ നാണം കെട്ട് തിരിച്ചു വരേണ്ടി വരും. അബു ഹാജി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കമ്മക്കുട്ടി എടത്തോൾ, NP മരക്കാർ, B അഹമ്മദ് കുഞ്ഞി, നീലടി സുധാകരൻ, VP അബൂബക്കർ, ദേവരാജ മേനോൻ, PM കൃഷ്ണൻ നമ്പൂതിരി, ഇബ്രാഹിംകുട്ടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കവർച്ച നടത്തുന്നത് CCTVയിൽ പതിഞ്ഞ് മാധ്യമങ്ങളിൽ ഇടം നേടിയ മോഷ്ടാവ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 25ലധികം മോഷണക്കേസിൽ പ്രതിയായ മലപ്പുറം കടുങ്ങല്ലൂർ സ്വദേശി അബൂബക്കർ സിദ്ദീഖിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. തിരൂരങ്ങാടിയിലെ ഗൃഹോപകരണ ഷോറൂമിൽ കവർച്ച നടത്തുന്നതാണ് CCTVയിൽ പതിഞ്ഞിരുന്നത്. പെരിന്തൽമണ്ണ DYSP KP വിജയകുമാറിന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ, സബ് ഇൻസ്പെക്ടർ I ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ നവംബർ 3 തിരൂരങ്ങാടിയിലെ ഹോംലാൻഡ് ഗൃഹോപകരണ ഷോറൂമിൽ കവർച്ച നടത്തുന്നതിനിടെ പ്രതിയുടെ ചിത്രം
CCTVയിൽ പതിഞ്ഞിരുന്നു. CCTVയിൽ മോഷണം നടത്തുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നതോടെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രതി. ജില്ലാ പോലീസ് സൂപ്രണ്ട് കെ സേതുരാമന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി KP വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ രഹസ്യ നീക്കത്തിലൂടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചെറുതും വലുതുമായ 25ഓളം കവർച്ചകൾ പ്രതി നടത്തിയതായി പോലീസ് പറഞ്ഞു. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്ക്, ചെമ്മാട് സന ടെക്സ്റ്റൈൽസ്, കൊണ്ടോട്ടി ദർശന ടെക്സ്റ്റൈൽസ്, കോട്ടക്കൽ സീനത്ത് ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ KMT സിൽക്ക്, നന്ദിലത്ത് G-മാർട്ട്, KR ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പ്രതി മോഷണം നടത്തിയിട്ടുണ്ട്. ലോക്കറുകളിലും അലമാറകളിലും സൂക്ഷിച്ച പണം മാത്രം മോഷ്ടിക്കുന്നതാണ് പ്രതിയുടെ രീതി. പ്രധാനമായിട്ടും പ്രധാന മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് എപ്പോഴും ഷോപ്പുകളും അതുപോലെ തന്നെ കോംപ്ലക്സുകളും അവിടെ കയറി സ്റ്റെയർ കേസ് വഴി കിടന്ന് പൊട്ടിച്ച് അകത്ത് കിടന്ന് ക്യാഷാണ് പ്രധാനമായിട്ടും മോശം നടത്തിയിരിക്കുന്നത്. കറൻസി നോട്ട്സാണ്. മറ്റുള്ള മെറ്റീരിയലൊന്നും സാധാരണ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ദിവസം കേസും രജിസ്റ്റർ ചെയ്തില്ല. കാരണം ഇത് റിക്കവറി എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കറൻസി എന്നുള്ളത്. അങ്ങനെ പക്ഷേ ഇപ്പം നമ്മളോട് 5 കേസൊന്നും കൺഫസ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ നമുക്ക് KMTന്ന് ഒരു റിക്കവറി നടന്നിട്ടുണ്ട്. KMTയിൽ ഒരു തുണി അവിടെ 25,000 രൂപയും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ആ കേസിൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി വന്ന കറൻസി നോട്ട്സാണ് ഏറ്റവും കൂടുതൽ. മറ്റുള്ള മെറ്റീരിയലൊന്നും എടുക്കുന്നില്ല. അതാണ് വളരെ ആസൂത്രിതമായിട്ട് തന്നെ ചെയ്യുന്നത്. കാരണം റിക്കവറി പലപ്പോഴും ബുദ്ധിമുട്ടാവും, ഐഡന്റിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാവും. കാരണം കറൻസി നോട്ട്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച്. അതുപോലെ പലരും അത് കേസ് വേണ്ടാന്നും അങ്ങനെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ 15 കേസാണ് നമ്മളിപ്പോൾ കൺഫസ് ചെയ്തിട്ട്. 1996 നിലമ്പൂരിലും 2008 കൊണ്ടോട്ടിയിലും നടത്തിയ കവർച്ചാ കേസിൽ പ്രതി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രത്യേക അന്വേഷണ സംഘത്തിലെ PK അബ്ദുൽ സലാം, P മോഹൻദാസ്, TC ശ്രീകുമാർ, CP മുരളി, CP സന്തോഷ്, P രാജശേഖരൻ, NT കൃഷ്ണകുമാർ, അനിൽ ചാക്കോ, V മൻസൂർ എന്നിവരും ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു കേസിന്റെ അന്വേഷണം നടത്തുന്നത്. സാക്ഷരതയിൽ കേരളം കൈവരിച്ച നേട്ടം ലോകത്തിന് മാതൃകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസ്ഹാഖ് പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച 10ാം തരം തുല്യതാ പഠിതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുബൈദ ഇസ്ഹാഖ്. അക്ഷരങ്ങളുടെ അനന്തമായ തലങ്ങളിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ട് ശ്രമങ്ങൾ വളരെ വിവിധമായിട്ടുള്ള രൂപത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിനൊക്കെ നിന്നുകൊണ്ടാണ് ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തിന്റെ ആകെ എല്ലാ തരത്തിലുള്ള നല്ല താല്പര്യത്തിനും കൂടെ നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിലും അറിവ് നേടുന്നതിലും കേരളത്തിന്റെ നേട്ടം മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കിയിട്ടുണ്ടെന്നും സുബൈദ ഇസ്ഹാഖ് പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിലെ 100ഓളം പേരാണ് 10ാം തരം തുല്യതാ പഠിതാക്കളായത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് AK കുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK സുമയ്യ, കോർഡിനേറ്റർ ശ്യാംലാൽ, BDO KK രാംദാസ് എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന കൊപ്പം മണ്ണേങ്കോട് മുത്തിരിങ്ങോട് MC നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മണ്ണേങ്കോട് ഭവത്രാധൻ നമ്പൂതിരിപ്പാട് സ്മാരക വായനശാലയുടെ സ്ഥാപകനായിരുന്നു. നിരവധി ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റിയാണ്. സംസ്കാരം ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ കാളി അന്തർജനമാണ് ഭാര്യ. സ്പോർട്സ്. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന രഞ്ജി ക്രിക്കറ്റിൽ കേരളത്തിന്റെ 2ാം മത്സരവും സമനിലയിൽ. ഗോവയ്ക്കെതിരെ 120-4 എന്ന നിലയിൽ കേരളത്തിന്റെ 2ാം ഇന്നിംഗ്സ് അവസാനിച്ചു. 1ാം ഇന്നിംഗ്സിൽ ഗോവ നേടിയ 512 റൺസിനെതിരെ 297 റൺസ് എടുത്ത് കേരളത്തിന്റെ എല്ലാവരും പുറത്തായിരുന്നു. തുടർന്ന് ഫോളോണിനെ നേരിട്ട കേരളത്തിന്റെ സ്കോർ 4-120 അവസാനിച്ചു. ഗോവയ്ക്ക് വേണ്ടി ജോഹിത് അസ്നോദ്കർ, കമ്മത്ത് എന്നിവർ സെഞ്ചുറി നേടി. ഗോവയ്ക്ക് വേണ്ടി സ്പിന്നർ ഷാഹിദ് 4 വിക്കറ്റ് വീഴ്ത്തി. കേരളത്തിനു വേണ്ടി റോബർട്ട് ഫെർണാണ്ടസ് 52 റൺസ് എടുത്ത് പുറത്താക്കാതെ നിന്നു. 112 റൺസ് എടുത്ത ഗോവയുടെ കമ്മത്താണ് മാൻ ഓഫ് ദ മാച്ച്. ഫോളോണിനെ നേരിട്ട കേരളത്തിന് ഗോവയുമായുള്ള മത്സരത്തിൽ 1 പോയിന്റാണ് ലഭിച്ചത്. മത്സരത്തിൽ ഗോവയ്ക്ക് 3 പോയിന്റ് ലഭിച്ചു. ഇതോടെ 9 ടീമുകളുള്ള C ഗ്രൂപ്പിൽ ഗോവ മുന്നിലെത്തി. ഈ ഗ്രൂപ്പിൽ കേരളം ഏറ്റവും പിറകിലാണ്. ഡിസംബർ 8-ന് ജമ്മു കാശ്മീരുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. 22-ന് ജാർഖണ്ഡുമായും കേരളം മത്സരിക്കും. ഈ 2 മത്സരങ്ങളിലും ജയം ഉറപ്പാക്കിയാലേ കേരളത്തിന് 2ാം റൗണ്ടിൽ കടക്കാനാവൂ.
പാലക്കാട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് തുടരുന്നു. ഇതുവരെ നടന്ന മത്സരങ്ങളിൽ മണ്ണാർക്കാട് ബ്ലോക്കാണ് മുന്നിൽ. ചിറ്റൂർ നഗരസഭയാണ് രണ്ടാം സ്ഥാനത്ത്. ഫലപ്രഖ്യാപനം കഴിഞ്ഞ 6 മത്സരങ്ങളിൽ 22 പോയിന്റുമായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ് ഒന്നാം സ്ഥാനത്ത്. 16 പോയിന്റോടെ ചിറ്റൂർ നഗരസഭ രണ്ടാം സ്ഥാനത്തുണ്ട്. 9 പോയിന്റുള്ള കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്താണ് മൂന്നാം സ്ഥാനത്ത് തുടരുന്നത്. ഫുട്ബോൾ, കബഡി, വോളിബോൾ, തെങ്ങുകയറ്റം, ഓലമിടയൽ, കിളക്കൽ തുടങ്ങിയ മത്സര ഇനങ്ങളാണ് അവസാനിച്ചത്. ഇതിൽ കബഡി, വോളിബോൾ മത്സര ഇനങ്ങളിലെ വനിതാ വിഭാഗത്തിന്റെ ഫലപ്രഖ്യാപനം തടഞ്ഞുവച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച കാർഷിക കായിക മത്സരങ്ങളാണ് നടന്നത്. മത്സരങ്ങളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റഫീഖ നിർവഹിച്ചു. ബുധനാഴ്ച ക്രിക്കറ്റ് മത്സരം നടക്കും. 10 ദിവസങ്ങളിലായാണ് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് നടക്കുന്നത്. ഒരു ഇടവേള. അംഗീകാരത്തിന്റെ നിറവിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ സംസ്ഥാനത്ത് 3ാം സ്ഥാനം ഈ വിദ്യാലയത്തിന് ലഭിച്ചു. പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തിലും മികവ് തെളിയിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെയും എനർജി മാനേജ്മെന്റ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് 3ാം സ്ഥാനം ലഭിച്ചു. കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്നും 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം പ്രിൻസിപ്പൽ MSN സുധാകരനും പ്രധാനാധ്യാപകൻ P സൂര്യനാരായണനും ഏറ്റുവാങ്ങി. സ്കൂളിലെ ഊർജ്ജ സംരക്ഷണ ക്ലബിന്റെ 50ഓളം വരുന്ന അംഗങ്ങൾ ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകത പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള മാർഗവും കണ്ടെത്തി. വീടുകളിൽ ചെന്ന് വൈദ്യുതി ഉപയോഗത്തിന്റെ അളവെടുക്കുന്നതോടൊപ്പം ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. കൂടാതെ നാളേക്കിത്തിരി ഊർജ്ജം എന്ന പേരിൽ തെരുവു നാടകം ഉൾപ്പെടെയുള്ള പരിപാടികളും സെമിനാറുകളും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഊർജ്ജ സംരക്ഷണ ക്ലബിന്റെ മികച്ച പ്രവർത്തനം തന്നെയാണ് ഈ പുരസ്കാരത്തിന് സ്കൂളിനെ അർഹമാക്കിയത്. വരും ദിവസങ്ങളിലും ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഈ വിദ്യാലയം നേതൃത്വം നൽകുമെന്ന് പ്രിൻസിപ്പൽ MSN സുധാകരനും പ്രധാനാധ്യാപകൻ P സൂര്യനാരായണനും ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ക്ലബിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് സംസ്ഥാന തലത്തിലെ ഇതിന് 3ാമത്തെ സ്കൂളിനുള്ള അവാർഡ്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വർഷം കൂടുതൽ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാരണം ഊർജ്ജ സംരക്ഷണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാര്യമാണ്. ഊർജ്ജ വിഭവങ്ങളുടെ ഡെവലപ്മെന്റ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് അവാർഡ് സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് ഈ വിദ്യാലയത്തിന് ലഭിച്ചു എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു മഹത്തായ നേട്ടമാണ്. അധ്യാപകരായ ഭവ്യ, ശെൽവരാജ് എന്നിവരാണ് ഊർജ്ജ സംരക്ഷണ ക്ലബിന് നേതൃത്വം നൽകി വരുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഇടക്കാല കൌൺസിൽ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 15, 20, 25, 30 വർഷക്കാലം ഈ നമ്മൾക്ക് ചോരത്തളപ്പുള്ള ആരോഗ്യമുള്ളിടത്തോളം കാലം തന്നെ ഗവൺമെന്റിനെ സേവിച്ചിട്ടുള്ള മഹൽ വ്യക്തികളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കലിൽ നമുക്ക് കൂട്ടണം എന്ന് പറയാൻ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. തിരുവാഴിയോട് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന ഇടക്കാല കൌൺസിൽ യോഗത്തിൽ M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. K ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. M ഗംഗാധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷം MK വിശ്വനാഥൻ, K ഗോപാലകൃഷ്ണൻ, CA ശങ്കരനാരായണൻ, M രാമൻകുട്ടി, CP ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പരിധിയിലെ 10 യൂണിറ്റുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത 100 പ്രതിനിധികളാണ് ഇടക്കാല കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. PFRDA ബിൽ പിൻവലിക്കുക, പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ അനുവദിക്കുക, പാചകവാതക വിലവർധന, സിലിണ്ടർ നിയന്ത്രണം എന്നിവ പിൻവലിക്കുക, ശ്രീകൃഷ്ണപുരം ശുദ്ധജല വിതരണ പദ്ധതി ഉടനടി നടപ്പിലാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആന്റി ഡെങ്കു ക്യാമ്പയിൻ ഭാഗമായി മണ്ണാർക്കാട് പകർച്ചവ്യാധി നിയന്ത്രണ ബോധവൽക്കരണ റാലി നടത്തി. അലനല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് റാലി നടന്നത്. നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റഫീഖ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ശോഭന അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ, ഹെൽത്ത് സൂപ്പർവൈസർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. റാലി കോടതിപ്പടിയിൽ സമാപിച്ചു. റാലിയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. MSF ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി MES കല്ലടി കോളേജിൽ പെൺ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി സ്വാലിഹ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതോടൊപ്പം നമ്മൾ സ്ത്രീകൾ നേടിയെടുക്കേണ്ട
സമൂഹത്തിന് നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കണം എന്നതിന് ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ഹരിത വിംഗ് മഹിളാ ചന്ദ്രിക ക്യാമ്പയിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റഫീഖ നിർവഹിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് റിയാസ് മാലകത്ത് അധ്യക്ഷത വഹിച്ചു. ടി സലാം, പി മുനീർ, ഫായിസ്, റൌഫ്, സബീൽ, മുനീർ, ത്വയീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി പെൺകൂട്ടായ്മയ്ക്ക് പുറമെ ജാഗ്രതാ ദിനം, ക്യാമ്പസ് സർവേ, ചിത്ര പ്രദർശനം, ലഘുലേഖ വിതരണം, ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങി നിരവധി പരിപാടികളാണ് MSFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സർഗവേദി ശില്പശാല സംഘടിപ്പിച്ചു. പനയൂർ TMUP സ്കൂളിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ഭാസ്കരൻ നിർവഹിച്ചു. ഒറ്റപ്പാലം BRCയുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ശില്പശാല. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയുടെ ഭാഗമായി അധ്യാപകരായ N ശോഭന, മനോജ്, BRC കോർഡിനേറ്റർ ബീന എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കനകരാജൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം NP കോമളം, PTA പ്രസിഡന്റ് K ജയകൃഷ്ണൻ, MTA പ്രസിഡന്റ് മായാദേവി, പ്രധാനാധ്യാപകൻ PK ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട്, തെങ്കര, വാളക്കര, മൂത്താരുകാവിലെ പൂരാഘോഷം വർണ്ണാഭമായി. പൂരത്തോടനുബന്ധിച്ചുള്ള ദേശവേലകൾ വൈകിട്ട് തെങ്കരയിൽ സംഗമിച്ചു. ഗജവീരന്മാരുടെയും നാടൻ കലകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ദേശവേലകൾ സംഗമിച്ചത്. മൂത്താരിക്കാവിൽ നിന്ന് ദേവസ്വം വേലയും പടിഞ്ഞാറൻ വേലക്കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരവള്ളി ശിവക്ഷേത്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ വേലയും വടക്കൻ വേലക്കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുംപാറ മല്ലീശ്വര സന്നിധിയിൽ നിന്ന് വടക്കൻ വേലയും കിഴക്കൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീറപ്പാടം മുനീശ്വര സന്നിധിയിൽ നിന്ന് കിഴക്കൻ വേലയുമാണ് ക്ഷേത്രപ്പറമ്പിൽ സംഗമിച്ചത്. നഗരപ്രദക്ഷിണത്തിനു ശേഷം 6 മണിയോടെയാണ് വേലകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് രാത്രി നിറമാല, ചുറ്റുവിളക്ക്, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ പരിപാടികളും നടന്നു. തിറയും പൂതനുമെല്ലാം നിറഞ്ഞാടുന്ന പൂരക്കാലം വരവായി. ഈ ഉത്സവകാലത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് തിരുവേഗപ്പുറ സ്വദേശിയായ വിനോദ് കുമാർ. ചിറക്കോപ്പ് നിർമ്മാണത്തിൽ വ്യാപൃതനായിരിക്കുകയാണ് വിനോദ് കുമാർ ഇപ്പോൾ. ഉത്സവാഘോഷങ്ങളിലെ നിറമാർന്ന കാഴ്ചയാണ് തിറയും പൂതനുമെല്ലാം. ഈ ഉത്സവകാലവും അടുത്തെത്തിയതോടെ തിരുവേഗപ്പുറ മൂത്തേടത്ത് പറമ്പിൽ വിനോദ് കുമാറിനും തിരക്കായി കഴിഞ്ഞു. തിറക്കോപ്പ് നിർമ്മാണത്തിലാണ് വിനോദ് കുമാർ വ്യാപൃതനായിരിക്കുന്നത്. 3 വർഷം മുമ്പാണ് വിനോദ് കുമാർ തിറക്കോപ്പ് നിർമ്മാണം തുടങ്ങിയത്. ഓരോ ഉത്സവകാലത്തും 5-6 കോപ്പുകൾ ഇയാൾ നിർമ്മിക്കും. വരിക്കപ്ലാവിന്റെ വേരിലാണ് കോപ്പ് നിർമ്മിക്കുക. ഇത് കടഞ്ഞെടുത്ത് ഉളി ഉപയോഗിച്ച് കൊത്തുപണികൾ ആരംഭിക്കും. ഭദ്രകാളിയുടെ പ്രതീകമായാണ് ഉത്സവങ്ങൾക്ക് തിറ കെട്ടുന്നത്. അതുകൊണ്ടുതന്നെ കോപ്പ് നിർമ്മാണവും ഏറെ വൃതാനുഷ്ഠാനത്തോടെയാണ് നടത്തുന്നത്. നിലവിളക്ക് കുളത്തിവെച്ചാണ് പണിക്ക് തുടക്കം കുറിക്കുക. 21 ദിവസത്തിനുള്ളിൽ മാത്രമേ പണി പൂർത്തിയാക്കാവൂ എന്നാണ് ചട്ടം. കൊത്തുപണി ചെയ്യുന്ന ആൾക്കും വ്രതശുദ്ധി അനിവാര്യമാണ്. വരിക്കപ്ലാവിന്റെ വേരിലാണിത് കുത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ വേരെടുത്ത് മില്ലിലെ കൊണ്ടുപോയി അത് അത് പലകകളാക്കി എടുത്തതിന് ശേഷം അതിന്റെ ചിട്ടയോടുകൂടി വ്രതം നോറ്റിട്ടാണ് തിറ കുത്തി തുടങ്ങുന്നത്. അത് 21 ദിവസത്തിനുള്ളിലാണ് ഞാൻ പൂർത്തിയാക്കാറ്. അങ്ങനെ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞത്. 21 ദിവസം കൊണ്ട് ഒരു തിറ കുത്തി പൂർത്തിയാക്കിയാൽ മതി. അതിന് മുമ്പേ ഇത് കൊടുക്കണ്ടെന്നുള്ള ഒരിതിലാണ്. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. ഭദ്രകാളിയുടെയും ദേവി, ആന എന്നിവയ്ക്ക് പുറമെ വാദ്യരൂപങ്ങളുടെയും മറ്റും പ്രതിരൂപങ്ങളും കോപ്പിൽ ഇടം പിടിക്കും. ഒരു കോപ്പ് നിർമ്മിച്ചു നൽകാൻ 13,000 രൂപ ചിലവ് വരും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നും നിരവധി ആവശ്യക്കാർ തിറക്കോപ്പിനായി വിനോദ് കുമാറിനെ സമീപിക്കാറുണ്ട്. ഉത്സവകാലമായാൽ തിറകെട്ടി ആടാനും വിനോദ് കുമാർ പോകാറുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞപ്പോൾ തിറയുടെ രൂപത്തിൽ വരുന്നത് 14 പലകയാണ് പറയുന്നത്. ആര്യവട്ടം എന്ന് പറയും ആ ഒരു വലിയ രൂപം. തേറ്റൊക്കെ ആയിട്ടുള്ള രൂപത്തിന് ആര്യവട്ടം എന്ന് പറയും. അതിന്റെ മുകളിൽ ലക്ഷ്മി രൂപമാണ്. അതിന് 4 പുറത്തും അതിന്റെ 2 വശങ്ങളിലുമായിട്ട് ആനയും വാദ്യങ്ങളാണ്. പഞ്ചവാദ്യത്തിന്റെ മദ്ദളം, ചെണ്ട, ഇലത്താളം, കൊമ്പ്, കുഴല്, കുത്തുവിളക്ക് ഇതുപോലുള്ള രൂപങ്ങളാണ് അതിന് ചിത്രങ്ങൾ വരുന്ന സൈഡിൽ വരുന്നത്. ഇതിപ്പോ വീടുകളിലേക്ക് ഇത് കെട്ടി ചെല്ലുന്ന സമയത്ത് അവർ നിലവിളക്ക് കൊളുത്തി ഇതിനെ സ്വീകരിക്കുക. ഇത് ഒരു ദേവിയെ എഴുന്നള്ളിച്ച് വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഇതാണ് കാണുന്നത്. ഇതിനെ ശാസ്ത്രീയ പഴയ ആചാരത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ തിറ കെട്ടിയാടുന്നതിനെ കുറിച്ച് പറയുന്നത് ആര്യകോപത്തിന്റെ ഒരു രീതിയായിട്ടാണ് ഇതിനെ
പറയപ്പെടുന്നത്. അന്യം നിന്നു പോകാതെ ഇത്തരം അനുഷ്ഠാന കലകളെ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും വിനോദ് കുമാർ ഓർമ്മപ്പെടുത്തുന്നു. പഴയ തലമുറയിൽപ്പെട്ടവർ തിറക്കോപ്പ് നിർമ്മാണത്തിൽ വലിയ തൽപരരായിരുന്നെങ്കിലും പുതുതലമുറക്കാർ ഈ രംഗത്തേക്ക് കൂടുതലായി കടന്നുവരുന്നില്ലെന്നാണ് വിനോദ് കുമാർ പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് തൊഴിൽ നൽകാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന് ഓംബുഡ്സ്മാൻ പി കെ ശശി. തൊഴിൽ നൽകൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമെന്നും ഓംബുഡ്സ്മാൻ. CPM ഭരിക്കുന്ന വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് പാർട്ടി താൽപര്യത്തിലെന്ന് UDF. ഭരണസമിതിക്കെതിരെ UDF പ്രത്യക്ഷ സമരവുമായി രംഗത്ത്. ഒരു കുപ്രസിദ്ധ മോഷ്ടാവ് കൂടി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം മാത്രം മോഷ്ടിക്കുന്ന മോഷ്ടാവിനെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. നേട്ടങ്ങളുടെ പട്ടികയിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. ഊർജ്ജ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്. രഞ്ജി ക്രിക്കറ്റിൽ കേരളത്തിന് സമനില. ഗോവയുടെ റോബർട്ട് ഫെർണാണ്ടസ് മാൻ ഓഫ് ദ മാച്ച്. പാലക്കാട് ജില്ലാ കേരളോത്സവത്തിൽ ആതിഥേയരായ മണ്ണാർക്കാട് ബ്ലോക്ക് മുന്നേറ്റം തുടരുന്നു. 2ാം സ്ഥാനത്ത് ചിറ്റൂർ നഗരസഭ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.